നമസ്കാരം. ഭരണഘടനയ്ക്കും ദേശീയ ഗാനത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ സ്റ്റാലിൻ സർക്കാർ അപമാനിച്ചതിനെ തുടർന്ന് തമിഴ്നാട് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ RN രവി ഇറങ്ങിപ്പോയത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെയാണ് തുടക്കമിട്ടിരിക്കുന്നത്. ദേശീയ ഗാനം ആലപിക്കണമെന്ന പ്രോട്ടോകോൾ നിലനിൽക്കെയാണ് സ്റ്റാലിൻ സർക്കാരിന്റെ സ്വേച്ഛാധിപത്യപരമായ നടപടി ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭയിൽ തുടർച്ചയായ മൂന്നാം വർഷവും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. ഗവർണർ RN രവിയാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭയിൽ ദേശീയ ഗാനം ആലപിക്കാത്തതിൽ പ്രതിഷേധിച്ച് നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ ഇറങ്ങിപ്പോവുകയായിരുന്നു. സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്തിന് ശേഷം ദേശീയ ഗാനം ആലപിച്ചിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയ ഗവർണർ ദേശീയ ഗാനം ആലപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സർക്കാർ ഈ ആവശ്യം തള്ളുകയായിരുന്നു. സ്റ്റാലിന്റെ സ്വേച്ഛാധിപത്യപരമായ നടപടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ഗവർണർ നിയമസഭയിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു. ഭാരതത്തിന്റെ ഭരണഘടനയെയും ദേശീയ ഗാനത്തെയും ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ വീണ്ടും അപമാനിച്ചുവെന്ന് രാജ്ഭവൻ എക്സിൽ കുറിച്ചു. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പ്രഥമ മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നാണ് ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക എന്നത്. എല്ലാ സംസ്ഥാന നിയമസഭകളിലും ഗവർണറുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ദേശീയ ഗാനം ആലപിക്കാറുണ്ട്. എന്നാൽ ഗവർണർ സഭയിൽ എത്തുമ്പോൾ തമിഴ് തായ് വാഴ്ത്ത് മാത്രമാണ് ആലപിച്ചത്. തുടർന്ന് ഗവർണർ സഭയുടെ ഭരണഘടനാപരമായ കടമയെ കുറിച്ച് ഓർമ്മിപ്പിച്ചുവെങ്കിലും ദേശീയ ഗാനം ആലപിക്കാൻ സഭാ നേതാവും സ്പീക്കറും തയ്യാറായില്ല എന്ന് രാജ്ഭവൻ എക്സിലൂടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഭരണഘടനയെയും ദേശീയ ഗാനത്തെയും ഇത്രയും ക്രൂരമായി അനാദരിക്കുന്നതിൽ കക്ഷിയാകാതിരിക്കാൻ ഗവർണർ അഗാധമായ വേദനയോടെ സഭ വിടുകയായിരുന്നുവെന്നും എക്സിൽ നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് വീണ്ടും ഭാരതത്തിന്റെ ഭരണഘടനയും ദേശീയ ഗാനവും അവമതിക്കപ്പെട്ടു. ദേശീയ ഗാനത്തെ അംഗീകരിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയിൽ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാന കടമയാണ്. ഗവർണറുടെ പ്രസംഗത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ദേശീയ ഗാനം ആലപിക്കണം എന്ന് ഉള്ളതാണ്. ഇന്ന് ഗവർണർ എത്തിയപ്പോൾ തമിഴ് തായ് വാഴ്ത്തുക്കൾ മാത്രമാണ് ആലപിച്ചത്. ദേശീയ ഗാനം ആലപിക്കാനായി മുഖ്യമന്ത്രിയോടും നിയമസഭാ സ്പീക്കറോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ അവർ അതിന് തയ്യാറായില്ല. ഇത് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഭരണഘടനയും ദേശീയ ഗാനവും അവമതിക്കപ്പെടുന്നു എന്നതിനാൽ ഗവർണർ കടുത്ത വേദനയോടെയാണ് നിയമസഭ വിട്ടത് എന്നാണ് രാജ്ഭവൻ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഗവർണർ ഇറങ്ങിപ്പോയതിനു ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭാ സ്പീക്കർ അപ്പാവു തമിഴിൽ വായിച്ചു. കഴിഞ്ഞ 2 വർഷവും നയപ്രഖ്യാപനം വായിച്ചു എന്നെങ്കിലും വരുത്തിയിരുന്ന ഗവർണർ ഇത്തവണ അതിനു പോലും മുതിരാതെയാണ് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 2 മിനിറ്റ് മാത്രമാണ് ഗവർണർ നിയമസഭയിൽ നിന്നത് പോലും. സഭയിലെത്തിയ ഗവർണർക്കെതിരെ DMK സഖ്യ MLA-മാർ സഭയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. സ്പീക്കർ സ്വീകരിച്ച നിയമസഭയ്ക്കകത്തേക്ക് ഗവർണർ എത്തിയതിന് പിന്നാലെ കോൺഗ്രസ് MLA-മാർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി. അതേസമയം നയപ്രഖ്യാപനത്തിന്റെ പേരിൽ തമിഴ്നാട്ടിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ DMK എത്തിയിരിക്കുകയാണ്. എന്നാൽ ഗവർണറുടെ നടപടിയെ പ്രതിപക്ഷ പാർട്ടികളും വിജയും പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാന പ്രതിപക്ഷമായ അണ്ണാ DMK-യും BJP-യും സർക്കാരിനെ കുറ്റപ്പെടുത്തിയും ഗവർണറെ പിന്തുണച്ചും രംഗത്തെത്തുകയും ചെയ്തു. നിയമസഭയിൽ കീഴ്വഴക്കം തുടരണമെന്ന് TVK നേതാവ് വിജയും പറഞ്ഞു. നിയമസഭാ നടപടികളുടെ ദൃശ്യങ്ങൾ പൂർണ്ണമായും പുറത്തുവിടാത്തതിനെ സർക്കാരിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്.